എല്ലാവർക്കും നമസ്കാരം. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ സൗജന്യ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശ്രീകാന്ത് സാർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കവിത പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? എന്താണ് കവിതയുടെ പേര് ഓർക്കുന്നുണ്ടോ? കവിതയുടെ പേരെന്താ? ഒരു ദിന സഞ്ചാരം. ആരായിരിക്കും എഴുതിയത്? വള്ളത്തോൾ നാരായണമേനോൻ അല്ലേ? വള്ളത്തോളിന്റെ സാഹിത്യമഞ്ജരിയിലെ ഒരു ഭാഗമാണ് നമ്മൾ പഠിച്ചത് അല്ലേ? കവിത എല്ലാവർക്കും ഇഷ്ടമായി. കവിത ഒന്ന് വായിച്ചു നോക്കി, വായിക്കാനൊക്കെ പറഞ്ഞിരുന്നു. വായിച്ചു നോക്കിയെങ്കിലേ ഉള്ളൂ നമുക്ക് കവിതയുടെ ആശയമൊക്കെ മനസ്സിലാകുള്ളൂ. പരീക്ഷ ഹാളിലൊക്കെ വന്നിരിക്കുമ്പോൾ കവിതയെന്ന് എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതണം അല്ലേ? നല്ല രീതിയിൽ എഴുതണമെങ്കിൽ കവിത വായിച്ചാലേ ഉള്ളൂ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ദിനസഞ്ചാരം എന്ന കവിത ആശയം മുഴുവൻ പറഞ്ഞു. ആശയമൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് സാറ് പറഞ്ഞു പോവുകയാണ്. പറഞ്ഞു നിർത്തിയത് എന്താ? മലമുകളില് മലയെ കാണുമ്പോൾ ഒരു പുകമഞ്ഞ് പോലെയാണ് ആ മല കണ്ടിരുന്നത് അല്ലേ? വലിയ ആദ്യത്തെ കാഴ്ചയിൽ എന്താ ശരിക്കൊന്നും കാണാൻ പറ്റത്തില്ല, അത്ര വ്യക്തമൊന്നുമല്ല. അതിലെന്തുണ്ട്? മരങ്ങളുണ്ട്, ഒരുപാട് മരങ്ങളുണ്ട്. മരത്തിൽ പൂവുണ്ട്. അതൊക്കെ നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ്. മലയിൽ എന്തുണ്ട്? ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. ആ വൃക്ഷങ്ങളുടെ അടുത്ത് ഒരുപാട് ചെടികളുണ്ട്. ആ ചെടികളിലൊക്കെ പൂക്കളുണ്ട്. അതൊക്കെ കാണാൻ ഭംഗിയാണ്. എന്നിട്ടോ പ്രായേണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വലിയ തരുമണ്ഡലത്താൽ പരക്കെ പച്ച നിറം പെടുന്നി കുന്നത്രയും കൺകുളിരേകിടുന്നു അല്ലേ? ഈ ഒരു കാഴ്ച നമ്മുടെ കണ്ണിനൊക്കെ വളരെയേറെ എന്താ കാണാനായിട്ട് വീണ്ടും കൊതി തോന്നിപ്പിക്കുന്നതാണ് അല്ലേ? ഒരുപാട് വൃക്ഷങ്ങളിൽ ഇലകളൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതൊക്കെ കാണാനായിട്ട് ആ ഒരു പച്ചപ്പ്, മലയാകെ ഒരു പച്ച നിറം പോലെ തോന്നിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ കണ്ണിനൊക്കെ വളരെയേറെ കുളിരേകുന്നതാണ്. പരക്കെ പച്ച നിറം പെടുന്നു ഈ കുന്നത്രയും കണ്ണിന് കുളിരേകിടുന്നു. എന്താണ്? കണ്ണിന് വീണ്ടും കാണാനായിട്ട് ഈ മലയൊന്ന് വീണ്ടും വീണ്ടും കാണാനുള്ള ഒരു തോന്നലുണ്ടാക്കുന്നുണ്ട്. ഈ പച്ചവർണ്ണത്തിനിടയ്ക്ക് ശില്പജ്ഞർ എന്താ അതിനകത്തൊരു വലിയൊരു കാര്യം പറയുന്നുണ്ട്. ശില്പം ഉണ്ടാക്കിയ ശേഷം എങ്ങനെയാണോ അതിന് പെയിന്റ് അടിച്ച് നിറം കൊടുക്കുന്നത്, അതുപോലെയാണ് ചായപ്പണി ചെയ്ത പോലെയാണ് ഈ പച്ച നിറം. വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ പച്ചപ്പ് മലകളെയൊക്കെ പച്ച നിറം പൂശിയതുപോലെയാണ് കാണപ്പെടുന്നത്. അതിന് താഴെ എന്താണ്? ഒരു ചുവന്ന മണ്ണുണ്ട് അല്ലേ? മഴയുടെ താഴെ ചുവന്ന മണ്ണാണുള്ളത്. അതും ഈ പച്ചപ്പും കൂടെ ചേരുമ്പോൾ കാണാൻ ആ കാഴ്ച വളരെ ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ്. വളരെ ഭംഗിയാണ് ആ കാഴ്ച അല്ലേ? മനോഹരമായൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് കവി പറയുകയാണ്. ആരാണ് കവി? കവിയുടെ പേര് ഓർക്കുന്നുണ്ടോ? വള്ളത്തോൾ നാരായണമേനോൻ അല്ലേ? അപ്പോൾ അടുത്ത വരിയിൽ എന്താ സാറ് പറഞ്ഞത്? മരങ്ങൾ തൻ പച്ചില പല്ലവങ്ങൾ അല്ലേ? വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പച്ചിലകൾ അല്ലേ? അതിൽ പല്ലവങ്ങൾ, പൂക്കളുടെ മൊട്ടുകളുണ്ട്, പുഷ്പങ്ങളുണ്ട്. ഇവയൊക്കെ പുല്ല് എന്നിവയിൽ താഴെ എന്താ? വൃക്ഷങ്ങളുടെ ചുവട്ടിൽ പുല്ലുണ്ട്. ഈ പോക്കുവയിൽ അവയിൽ വെയിലേൽക്കുമ്പോൾ എന്താണ്? ഇത്ര വർണ്ണം വഹിക്കുന്നു കുന്നിതേറ്റം. കുന്ന് പല നിറത്തിൽ കാണപ്പെടുന്നു. വെയിലേൽക്കുമ്പോൾ ഈ പച്ചപ്പിൽ വെയിൽ തട്ടുമ്പോൾ കുന്നിൽ പല നിറങ്ങളുണ്ടാകുന്നു. കുന്ന് പല നിറത്തിൽ കാണപ്പെടുന്നു. ആ കാഴ്ച ഒന്ന് കാണേണ്ടതാണ്. ചിലയിടത്ത് എന്താ സംഭവിക്കുന്നത്? ചിലയിടം ആദ്യം എന്താ? ശൂന്യമായിട്ട് കാണും. ചിലയിടം ഓരോ മുകിലാൽ മറഞ്ഞും, ചിലയിടത്ത് എന്താ? മേഘങ്ങള് കുന്നിനെ മറച്ചിരിക്കുകയാണെന്ന് തോന്നും. ആ രീതിയിൽ ആണ് ആദ്യത്തെ കാഴ്ച അല്ലേ? രണ്ടാമത്തെ കാഴ്ച താന്നും അല്ലെ? ചിലയിടം താന്നും ചിലയിടം പൊങ്ങിയും അല്ലെ? ചില സ്ഥലങ്ങളിൽ എന്താ? ഇങ്ങനെ പൊങ്ങിയും താന്നും ചെരിഞ്ഞും ഒക്കെയാണ് കുന്ന് നിൽക്കുന്നത് വെയിൽ തട്ടുമ്പോൾ എന്നുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഈ കാണുന്നവരുടെയൊക്കെ ഒരു കണ്ണിലും മനസ്സിലും ഒക്കെ ഉണ്ടാകുന്നത്. എന്നിട്ടോ അവസാനം എന്താ പറയുന്നേ? പത്രങ്ങളോടൊട്ടിളകുന്ന വൃക്ഷലതാങ്കണത്തിൽ പഴുതിലൂടെ. എന്താണ്? ഈ ഇലകളോടൊക്കെ ഒട്ടി നിൽക്കുന്ന അതില് വെയിലിങ്ങനെ തട്ടുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ പഴുതിലൂടെ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എന്താ? ഇളം കറുപ്പേന്തിടും അമ്മരാന്തം. അങ്ങ് അകലെയായിട്ട് എന്താ കാണുന്നിത അപ്പുറം ആഴി പോലെ അല്ലേ? ഒരു ആഴി അങ്ങേപ്പുറത്തുണ്ടോ അല്ലെ? അമ്പലത്തിന് ഇങ്ങ അടുത്ത് ഒരു ആഴിയുണ്ടോ എന്ന് ഉള്ളൊരു തോന്നല് നമുക്ക് ഉണ്ടാക്കും എന്നൊക്കെ കവി പറയുകയാണ് അല്ലേ? കവി പറയുന്നല്ലേ? വളരെ നല്ല രീതിയിൽ പറയുന്നു അല്ലേ? പക്ഷെ നമുക്ക് അങ്ങനെ തോന്നണുണ്ടോ അല്ലേ? ആ ചിത്രത്തിൽ പറയുന്നുണ്ട് കുറേ വൃക്ഷങ്ങളുണ്ട് അല്ലേ? തൊട്ട് ആകാശം മുട്ടയെ നിൽക്കുന്ന വൃക്ഷങ്ങൾ അല്ലേ? മലയുടെ ചുവട്ടിലായിട്ട് ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. വൃക്ഷങ്ങളൊക്കെ ഒരു പച്ചപ്പ് നിറഞ്ഞ ഒന്നായിട്ട് കവി പറയുകയാണ്. ആകാശം മുട്ടി നിൽക്കുന്ന മലയാണെന്ന് കവി പറയുന്നുണ്ട് അല്ലേ? അപ്പം ഇങ്ങനെയാണ് ഒരു ദിനസഞ്ചാരം എന്ന കവിത അവസാനിക്കുന്നത്. ക്രമേണ മേൽ പോട്ടുപടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കുഭാഗത്തകലെ പരന്നു കിടന്നിടും കുന്നിതു നന്നു കാൺമാൻ. ആദ്യത്തിരാരാൽ പുക പോലെ കണ്ടടുത്തിടും നമ്മുടെ കാഴ്ചയിങ്കൽ
മരങ്ങൾ പൂവല്ലികൾ മറ്റുമോരോന്നായി ക്രമാൽ വേർതിരിയുന്നു ഭംഗ്യ. എന്നിട്ടോ പ്രായേണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വല്ലീ തരുമണ്ഡലത്താൽ പരക്കെ നൽ പച്ച നിറം പെടുന്നിക്കുന്നത്രയും കൺകുളിരേകിടുന്നു. ഈ പച്ചവർണ്ണത്തിനിടയ്ക്കിടയ്ക്കു ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ടു ചുകന്ന മണ്ണും രണ്ടിനുമേറെ പ്രഭ ചേരുമാറായി. മരങ്ങൾ തൻ പച്ചില പല്ലവങ്ങൾ പുഷ്പങ്ങൾ പുല്ലെന്നിവയിലെല്ലാം ഇപ്പോക്കുവയിലേൽക്കുകയാൽ വിചിത്രവർണ്ണം വഹിക്കുന്നിതു കുന്നിതേറ്റം. ചിലേടമാച്ഛാദന ശൂന്യമായും ചിലേടമോരോ മുകിലാൽ മറഞ്ഞും താന്നും ചിലേടം ചിലതുക്കുയർന്നും നാനാപ്രകാരം വിലസുന്നു ശൈലം. പത്രങ്ങളൊട്ടോടിളകുന്ന വൃക്ഷലതാഗണത്തിൻ പഴുതിങ്കലൂടെ ഇളങ്കറുപ്പേന്തിടും അമ്പരാന്തം കാണുന്നിതങ്ങേ പുറമാഴി പോലെ. അപ്പുറമുള്ള ഒരാഴി ഉണ്ടെന്ന് തോന്നുന്ന രീതിയിലാണ് വെയിലേൽക്കുമ്പോൾ കുന്നിൻ്റെ ആ ഒരു നിൽപ്പ്. കുന്ന് എങ്ങനെ നിൽക്കുക എന്നാ പറയുന്നത്? ആകാശമുട്ടയാണ് കുന്നിൻ്റെ നിൽപ്പ് അല്ലെ. കുന്ന് നിൽക്കുന്നത് ആകാശമുട്ടയാണ് അല്ലെ, ആകാശം മുട്ടുന്ന രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പഠന പ്രവർത്തനങ്ങളുണ്ട്, വായിക്കാൻ പറയാന്നുള്ള. അതിൽ കുന്ന് കണ്ണിന് കുളിരേകുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. എങ്ങനെയായിരിക്കും കുളിരേകുന്നത്? അതുപോലെ തന്നെ കുന്നിന് വിചിത്രവർണ്ണം ലഭിക്കുന്നത് എങ്ങനെയാണ്, ആഴി പോലെ കാണപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ടല്ലേ. അപ്പോൾ എന്തായിരിക്കും കുന്ന് കണ്ണിന് കുളിരേകുന്നത് എങ്ങനെയാണ്? ഇലകൾ നിറഞ്ഞ മരങ്ങളും വള്ളികളും കൊണ്ട് കുന്ന് നല്ല പച്ച നിറത്തിൽ കാണപ്പെടുന്നു. ഈ മനോഹരമായ കാഴ്ചയാണ് കണ്ണിന് കുളിരേകുന്നത് അല്ലേ. ഇലകൾ നിറഞ്ഞ മരങ്ങളും വള്ളികളും കൊണ്ട് കുന്ന് പച്ച നിറത്തിൽ കാണപ്പെടുന്നു. ഈ മനോഹരമായ കാഴ്ചയാണ് എന്ത് കുളിരേകുന്നത്? കണ്ണിന് കുളിരേകുന്നത്. കുന്നിന് വിചിത്ര വർണ്ണം ലഭിക്കുന്നത് എപ്രകാരമാണ് അല്ലെ? രണ്ടാമത്തെ ചോദ്യം. മരങ്ങളുടെ പച്ചിലകള്, തളിരിലകള്, പൂക്കള്, പുല്ലുകള് എന്നിവയിലെല്ലാം പോക്കുവെയിൽ അല്ലെ, വെയിലേൽക്കുമ്പോൾ അതിൻ്റെ കിരണങ്ങൾ ഏൽക്കുമ്പോൾ എന്താണ്? കുന്നിന് വിചിത്രവർണ്ണം ലഭിക്കുന്നു അല്ലേ. ആ വെയിൽ തട്ടുമ്പോഴാണ്, ആ ഇലകളിൽ തട്ടുമ്പോഴാണ് കുന്നിനെന്താ പല നിറങ്ങൾ, വിചിത്ര വർണ്ണങ്ങൾ ഉണ്ടാകുന്ന കവിതയെ പറയുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് പുല്ലുകൾ എന്നിവയിലെല്ലാം പോക്കുവെയിലിൻ്റെ കിരണങ്ങൾ ഏൽക്കുമ്പോഴാണ് കുന്നിന് വിചിത്രവർണ്ണം ലഭിക്കുന്നത്. ആഴി പോലെ കാണപ്പെടുന്നത് എന്താണ്? ഇളകുന്ന ഇലകൾക്കും മരങ്ങൾക്കും വള്ളികൾക്കും ഇടയിലൂടെ നോക്കുമ്പോൾ അല്ലേ, എന്താണ്? ഇളം കറുപ്പുള്ള ചക്രവാളമാണ് ആഴി പോലെ അല്ലേ. ആ ചക്രവാളമാണ് ആഴി പോലെ കാണുന്നത്. സന്ധ്യാനേരത്തെ ആകാശം കാണുമ്പോൾ കടൽ പോലെ തോന്നുന്നു എന്ന് കവി പറയുന്നു അല്ലേ. ഇലകൾക്കിടയിലൂടെ നോക്കുമ്പോൾ എന്താ, പുറത്തൊരു കടലാണ്, പുറത്തൊരു കടലുണ്ടോ എന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്നു എന്ന് അല്ലേ കവിതയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് നോട്ടിൽ എഴുതി പോകണം കേട്ടോ. അപ്പോൾ സദൃശഭംഗി കണ്ടെത്താന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ കവിതയുടെ കാവ്യഭാഗത്ത് കുന്നിനെയും കോട്ടയെയും പോലെ എന്ന പ്രയോഗം കൊണ്ട് അല്ലേ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. ഈ രീതിയിൽ പോലെ ഉപയോഗിച്ച് സാദൃശ്യപ്പെടുത്തിയ കൂടുതൽ വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി വിശദീകരിക്കാം. നിങ്ങൾ ടെസ്റ്റ് വായിച്ച് നോക്കിയിട്ട് എഴുതണം കേട്ടോ. അപ്പോൾ അതിനകത്ത് ക്രമേണ മേൽപോട്ട് പടുത്തു ചക്രവാളത്തിന് മുട്ടിച്ചൊരു കോട്ട പോലെ ഒരു വരിയാണ് കേട്ടോ ഈ പറയുന്നത്. മറ്റൊരു വരിയാണ് ക്രമേണ മേൽപോട്ട് പടുത്തു ചക്രവാളത്തിന് മുട്ടിച്ചൊരു അല്ലെ. പോലെ എന്നുള്ള വരികൾ ഇതിനകത്തൊക്കെ വരുന്നത് കണ്ടോ, ഈ വരിയിൽ വരുന്നുണ്ട് പോലെ. കിഴക്ക് ഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന കുന്നിനെ മേൽപോട്ട് പടുത്തുയർത്തി ആകാശം മുട്ടി നിൽക്കുന്ന കോട്ടയോട് സദൃശ്യപ്പെടുത്തിയിരിക്കുന്നു അല്ലേ. ഇപ്പം എന്താണ്? ആകാശത്ത് മുട്ടുന്ന രീതിയിലാണ് കുന്നിൻ്റെ നിൽപ്പെന്നാണ് ഈ വരികളിൽ പറയുന്നത്. കുന്ന് കോട്ട പോലെ ഉയർന്നു നിൽക്കുന്നു എന്ന സദൃശ്യകൽപ്പന കാവ്യ ഭംഗിയുള്ളതാണ്. ആ കാവ്യത്തിന് അല്ലെ, കവിതയ്ക്ക് നല്ല ഭംഗി നൽകുന്ന രീതിയിലാണ് അല്ലെ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ആ കവിത കേൾക്കാനല്ലേ നമുക്ക് നല്ലൊരു സുഖം തോന്നുന്നുണ്ട് അല്ലേ, ഒരു ഭംഗി തോന്നുന്നുണ്ട്. എന്താണ്? ആകാശമുട്ടയാണ്. അതെങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ക്രമേണ മേൽപോട്ട് പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു ഒരു കോട്ട പോലെയാണ്. ചക്രവാളത്തിൽ ആകാശം മുട്ടുന്ന രീതിയിലുള്ള കോട്ട പോലെയാണ് കുന്ന് നിൽക്കുന്നത് പറയുമ്പോൾ അത് നല്ല രീതിയിലുള്ള ഒരു കാവ്യ വർണ്ണനയാണെന്ന് അല്ലേ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യത്തിരാൽ പുക പോലെ അല്ലെ, രണ്ടാമത്തെ പറയുന്നുണ്ട് ആദ്യത്തിരാൽ പുക പോലെ കണ്ടടുത്തിടും നമ്മുടെ കാഴ്ചയെങ്കിൽ പോലെ അല്ലെ. പിന്നെ വരുന്ന എവിടെയാ പോലെ എന്നുള്ളത്? ആദ്യം നോക്കുമ്പോഴെന്താ പുക പോലെയാണ്, അവ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ അല്ലേ. അടുത്ത് ചെല്ലുമ്പോഴെന്താ അവിടെ വൃക്ഷങ്ങളുണ്ട്, ചെടികളുണ്ട്, പൂക്കളുണ്ടെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഒന്ന് നോക്കുമ്പോഴാണ്, ആദ്യം നോക്കുമ്പോൾ ഒരു പുക പോലെ ഇങ്ങനെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ആ രീതിയിലാണ് കുന്ന് നിൽക്കുന്നത്. ഇനി അടുത്ത വരി പറയുന്നുണ്ട് ഈ പച്ചവർണ്ണത്തിനിടയ്ക്കിടയ്ക്ക് ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ അല്ലേ. പോലെ എന്നുള്ള പദം ഇന്നെവിടെയാ വന്നിരിക്കണേ? അടുത്ത വരിയിലും വന്നിട്ടുണ്ട് അല്ലേ. ഈ പച്ചവർണ്ണത്തിനിടയ്ക്കിടയ്ക്ക് ശില്പജ്ഞർ
ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ട് ചുവന്ന മണ്ണും. അവർ എന്താ പറയുന്നത്? അതിൻ്റെ ആശയം എന്തായിരിക്കും? ഇതിൻ്റെ ആശയം എന്താന്നാ പറഞ്ഞു സാറ് എന്ന് ഓർത്തു നോക്കിയേ. എന്തായിരിക്കും? ശില്പികൾ അല്ലേ? ശില്പികൾ എന്താ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് നിറം കൊടുക്കും അല്ലേ? പല നിറങ്ങൾ കൊടുക്കും അല്ലേ? അപ്പോൾ ശില്പികൾ ചായപ്പണി ചെയ്ത പോലെ മരങ്ങളുടെ പച്ച നിറത്തിനിടയിൽ ചുവന്ന മണ്ണ് അല്ലേ, ചുവപ്പ് നിറമുള്ള മണ്ണ് കാണപ്പെടുന്നു. പ്രകൃതിയിലെ സുന്ദരമായൊരു കാഴ്ചയെ ശില്പിയുടെ കരവിരുതിനോടാണ് കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രകൃതിയിൽ മനോഹരമായൊരു കാഴ്ചയെ ആരോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്, പറഞ്ഞു വെച്ചിരിക്കുന്നത്, താരതമ്യം ചെയ്തിരിക്കുന്നത്? ശില്പിയോടാണ് അല്ലേ? ശില്പികളോടാണ് പറഞ്ഞിരിക്കുന്നത്. ശില്പി എങ്ങനെയാണ് നിറം കൊടുക്കുന്നത് അല്ലേ? ശില്പത്തിന് നിറം കൊടുക്കുന്നത് അതുപോലെയാണ് ഈ കാഴ്ചയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പോക്കുവെയിൽ ഏൽക്കുകയാൽ വിചിത്രവർണ്ണം വഹിക്കുന്നത് കുന്നിതേറ്റം. അപ്പോൾ സൂര്യപ്രകാശം കുന്നിലേൽക്കുമ്പോഴുള്ള മാറ്റം എങ്ങനെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്? ഈ കുന്നിൽ എന്ത് മാറ്റം ഉണ്ടാകുന്ന പറയുന്നത്? കുന്ന് എന്ത് സംഭവിക്കുന്ന പറയണേ? കുന്ന് പല രീതിയിലല്ലേ, പല നിറം ഉണ്ടാകും, കുന്നിന് പല വർണ്ണങ്ങൾ ഉണ്ടാകും അല്ലേ? കവിതയിലെ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനായിട്ടാണ്. അപ്പോൾ പോക്കുവെയിൽ ഏൽക്കുമ്പോൾ കുന്ന് പല നിറങ്ങൾ വഹിക്കുന്നു എന്നാണ് കവി പറയുന്നത്. മരങ്ങളിലെ പച്ചിലയിലും തളിരുകളിലും പൂക്കളിലും പുല്ലിലും എല്ലാം പോക്കുവെയിൽ ഏൽക്കുന്നത് കൊണ്ടാണ് കുന്നിന് ഈ നിറവ്യത്യാസം ഉണ്ടാകുന്നത്. അപ്പോൾ പോക്കുവെയിലിൻ്റെ നിറമാണ് ചെടികളിലും മറ്റും പല നിറമായിട്ട് കാണപ്പെടുന്നത്. വള്ളത്തോൾ സന്ധ്യാസമയത്തെ കുന്നിൻ്റെ മനോഹാരിതയെ കാവ്യാത്മകമായിട്ട് വർണ്ണിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സന്ധ്യാസമയത്തെ ആ ഒരു കാഴ്ചയെ വളരെ മനോഹരമായിട്ട് കവിതയിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അല്ലേ? ഈ വെയിലേൽക്കുമ്പോൾ എന്താണ് പല നിറങ്ങൾ കുന്നിനുണ്ടാകുന്നു അല്ലേ? ഒരു നിറമല്ല, പല നിറങ്ങൾ ഉണ്ടാകുന്നു. ആദ്യം പറഞ്ഞു പച്ച നിറമാണ്, വൃക്ഷങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് കുന്നാകെ പച്ച നിറം കൊടുത്ത പോലെയാണ് കാണപ്പെട്ടതെന്നാണ് പറഞ്ഞത്. പിന്നെ എന്താ, വെയിലേൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? മരങ്ങളിലും പച്ചിലയിലും തളിരുകളിലും പൂക്കളിലും പുല്ലിലുമെല്ലാം പോക്കുവെയിലേൽക്കുന്നത് കൊണ്ട് കുന്നിന് പല നിറങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് കവി പല നിറങ്ങൾ ഏൽക്കുന്നുവെന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പം നമ്മൾ എങ്ങനെ കവിത ആസ്വദിച്ചു അല്ലെ? കവിത ചൊല്ലി നോക്കിയപ്പോൾ നിങ്ങൾക്ക് കവിതയുടെ ആശയമൊക്കെ മനസ്സിലായി അല്ലേ? കവിത ചൊല്ലാൻ പഠിച്ചു, കവിതയുടെ ആശയം മനസ്സിലായി. വള്ളത്തോളിൻ്റെ മനോഹരമായൊരു കവിതയാണ് അല്ലേ? അപ്പം മലയാള ഭാഷയെയും കേരളത്തെയും വാഴ്ത്തുന്നതാണ് അല്ലേ ഈ ഒരു കവിത അല്ലേ? അപ്പം നമുക്ക് ആ കവിതയുടെ ആശയം, നിങ്ങൾ പഠിച്ച ആശയം മനോഹരമായിട്ട് നല്ല ഭാഷയിലോ എഴുതുക. അപ്പം വള്ളത്തോളിൻ്റെ സാഹിത്യമഞ്ജരിയിലെ ഒരു ദിനസഞ്ചാരം എന്ന കവിത പ്രകൃതിയുടെ സൗന്ദര്യത്തെയാണ് വർണ്ണിക്കുന്നത് അല്ലേ? പ്രകൃതിയിൽ എന്തൊക്കെ സൗന്ദര്യങ്ങളാണ്? ആകാശമുട്ടെ മല നിൽക്കുന്നതായും ആ മലയ്ക്ക് താഴെ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് വളരെ പച്ചപ്പായിട്ട് മല മുഴുവൻ പച്ച നിറം പൂശിയതുപോലെ കാണപ്പെടുന്നതായും ഒക്കെ കവി പറയുന്നുണ്ട്. അതിൽ വെയിലേൽക്കുമ്പോൾ കുന്നിന് പല നിറം വരുന്നതായും ആ വെയിലേൽക്കുമ്പോൾ ഇലകൾക്കിടയിലൂടെ മലകൾക്കപ്പുറത്ത് മറ്റ് ഒരു ഒരു കടലുണ്ട്, ഒരു സാഗരമുണ്ടെന്നുള്ളൊരു തോന്നലുള്ളതായും ഒക്കെ വർണ്ണിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെയേറെ വർണ്ണനകൾ കൊണ്ട് മനോഹരമാണ് വള്ളത്തോളിൻ്റെ കവിത എന്ന രീതിയിൽ നിങ്ങൾ ആസ്വാദനക്കുറിപ്പ് നിങ്ങൾക്ക് എഴുതി അവസാനിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഈ പാഠഭാഗത്ത് നിന്ന് എന്ത് ചോദ്യം വന്നാലും ഈ രീതിയിൽ നിങ്ങൾ ആൻസർ എഴുതി പോകും. ആശയം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാൻ സാധിക്കും. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.